കമ്പനി അനാലിസിസിൻ്റെ ഫിനാൻഷ്യൽ അനാലിസിസ് എന്നുള്ള പാർട്ടിൽ, ദാറ്റ് മീൻസ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് ബാലൻസ് ഷീറ്റാണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസും ജസ്റ്റ് പറഞ്ഞു, കാരണം നമുക്കത് എക്സാമിന് ആവശ്യമുണ്ട്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയ ആണ്, എന്നാൽ പോലും നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ദെൻ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് പറയാനുണ്ട്. ആൻഡ് ദെൻ പിന്നീട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണെന്ന് പറയാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് നോട്ട് ടു അക്കൗണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ട് നേരെ നമ്മൾ റേഷ്യോ അനാലിസിസിലേക്കായിരിക്കും പോവുക. അപ്പോൾ ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ്, സ്റ്റാൻഡ് അലോൺ ബാലൻസ് ഷീറ്റിലെ ഡിഫറെൻ്റ് ഐറ്റംസും ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ആൻഡ് ദെൻ നെക്സ്റ്റ് ഏരിയ, നെക്സ്റ്റ് വൺ ഈസ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ മെയിൻ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ പൊസിഷൻസ് എന്താണ്, നമ്മളുടെ ഈ അസറ്റും ലാബിലിറ്റിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ അവിടെ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന സമയത്ത് ആൾക്ക് ഒരു വർഷം അല്ലെങ്കിൽ ഒരു ടൈമിലേക്ക് കുറേ അധികം ഇൻകംസ് വന്നിട്ടുണ്ടാവും. പക്ഷേ ആ ഇൻകംസ് എല്ലാം നോക്കുന്ന സമയത്ത് ആളുടേതാവണം നിർബന്ധമില്ല. ആൾക്ക് അത്ര തന്നെ ലോൺ ഉണ്ടെങ്കിൽ ആ ലോണും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് എത്ര എമൗണ്ട് ഉണ്ട്, ബാലൻസ് ഉള്ള എമൗണ്ട് ആണ് ഇക്വിറ്റി. ആ ഇക്വിറ്റിയുടെ മാത്രമാണ് അദ്ദേഹം ഓണർ ആവുക. അപ്പോൾ അത് കണ്ടുപിടിക്കുക, അത്തരം ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഡ്യൂട്ടി എങ്കിൽ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് വരുന്ന സമയത്ത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കറണ്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ആ ഒരു ഫേം അതിൻ്റെ ഓപ്പറേറ്റിംഗ് പാർട്ടിൽ നിന്ന് എന്ത് ഏൺ ചെയ്തു, അല്ല എന്ത് മീൻസ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആണ് ഏൺ ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ദ മേജർ ഐറ്റംസ് ഓഫ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത് ഇൻകം എക്സ്പെൻസസ് ആണ്, എക്സ്പെൻസസും ആണ്. അപ്പോൾ ആ ഇൻകംസ് നമുക്കറിയാം, രണ്ട് രീതിയിലുള്ള ഇൻകംസ് ഉണ്ട്, അല്ലെ രണ്ട് രീതിയിലുള്ള റവന്യൂസ് ഉണ്ട്. ഒന്ന് നമ്മളെപ്പോഴും പറയുന്നത് പോലെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. സെക്കൻഡ് ഇൻഡയറക്റ്റ് ഐറ്റംസ് ആണ്. നമ്മളിത് ബാലൻസ് ഷീറ്റ് അല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് അത് ആ ബിസിനസ്സുമായിട്ട്, അതിൻ്റെ ഓപ്പറേഷൻസുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. പിന്നെ അതേപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആ ഒരു സ്പേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. ആൻഡ് ദെൻ പിന്നീട് ഏതൊക്കെയാണ് എക്സ്പെൻസസ്, ഏതൊക്കെയാണ് ഇൻകം എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം അതിൻ്റെ ഒരു ആദ്യം സെയിൽസ് നിന്ന് ഡയറക്റ്റ് എക്സ്പെൻസസും ഒക്കെ, അതായത് ഡയറക്റ്റ് പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസസ് ഒക്കെ ഡിഡക്റ്റ് ചെയ്യുന്നു. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നോർമലി അങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റിലേക്കൊക്കെ പോകുന്നത്. അവിടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഉണ്ടാവും. അതും കൂടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റിലേക്കൊക്കെ പോവാം. ജസ്റ്റ് ആ ഒരു പ്രോസസ്സാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് ഇൻ സിംപ്ലി വാട്ട് ഈസ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ചോദിച്ചു കഴിഞ്ഞാൽ, റവന്യൂ മൈനസ് എക്സ്പെൻസസ് ആണ്. ദാറ്റ് റവന്യൂ ഇൻക്ലൂഡ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ദാറ്റ് ഓർ ഓപ്പറേഷണൽ, നോൺ ഓപ്പറേഷണൽ, ആൻഡ് ദെൻ എക്സ്പെൻസസും അങ്ങനെ തന്നെയാണ്. ഓക്കെ. ആൻഡ് ദെൻ വാട്ട് ആർ ദ കോമൺ അല്ലെങ്കിൽ നോർമൽ ഐറ്റംസ് ഇൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചോദിക്കുന്ന സമയത്ത്, ദ ഫസ്റ്റ് വൺ ഈസ് ദ റവന്യൂ. റവന്യൂ എന്നുള്ളത് ഇറ്റ്സ് ഇൻകം ഓർ ദ ഇൻഫ്ലോ, ഇൻകം എന്ന് പറയാം എന്നുള്ളതിനപ്പുറം ഇൻഫ്ലോസ് ഫ്രം ദ കോർ ബിസിനസ് ഓപ്പറേഷൻസ് ആണ്. ഇപ്പോൾ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസും സെയിൽസ് എന്താണ് വരാൻ പോകുന്നത്. പിന്നെ അതർ ഇൻകംസ് എന്നൊരു കാറ്റഗറി ഇൻകംസ് ഉണ്ടാവും. ഈ അതർ ഇൻകം ഉദ്ദേശിക്കുന്നത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് അപ്പോൾ നോക്കുന്ന സമയത്ത്, ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ്, ഒരു കമ്പനിയുടെ ഇൻകം ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ടത് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഇൻകം എപ്പോഴും എന്ത് ചെയ്യണം, കോർ ആക്ടിവിറ്റിയിൽ നിന്നായിരിക്കണം, നമ്മുടെ കോർ ബിസിനസ് നിന്നായിരിക്കണം. ഓക്കെ. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇവരുടെ സൊമാറ്റോയുടെ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ, അല്ല അവരുടെ ജസ്റ്റ് കമ്പനിയുടെ ഒരു പ്രൊഫൈൽ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത്? ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അത്. അശ്വത് ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു ഞാനത് ജസ്റ്റ്.
ലോഡായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഏതാണ്? ഹലോ, ക്ലിയർ ആയില്ല. മീറ്റിംഗ് ഇപ്പോൾ ഓഫായില്ലോ? ഇല്ല 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 ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതാണ്. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷെയർ ചെയ്ത ഡോക്യുമെന്റിൽ എറ്റേണൽ എന്നുള്ളത് നേരത്തെ നമ്മൾ സൊമാറ്റോ വിളിക്കുന്ന എറ്റേണൽ. അപ്പം എറ്റേണലിന്റെ ശരിക്കും അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനീസിന് ഓൺ ചെയ്യുന്നുണ്ട് എറ്റേണൽ. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനീസ് പ്രൈവറ്റ് കമ്പനീസും പബ്ലിക് കമ്പനീസും അല്ല പ്രൈവറ്റ് കമ്പനീസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കമ്പനീസ് അല്ലെ ഡിഫറെൻറ്റ് ബ്രാൻഡ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അതിനിടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് എറ്റേണൽ എന്നുള്ള ബ്രാൻഡ് വരുന്നത്, അല്ല എറ്റേണൽ എന്നുള്ള കമ്പനിയായി മാറുന്നത്. അപ്പോൾ അവിടെ ശരിക്കും എറ്റേണലിൻ്റെ കോർ ആക്ടിവിറ്റി എന്നുള്ളത് നമുക്കറിയാം. അവരുടെ കോർ ആക്ടിവിറ്റി എന്നുള്ളത് സൊമാറ്റോയാണ്. അതായത് ഫുഡ് ഡെലിവറി ആപ്പാണ് അവരുടെ കോർ ആക്ടിവിറ്റി. പക്ഷേ ആ കോർ ആക്ടിവിറ്റി ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ ഇൻഫ്ലോ എന്നുള്ളത് ബിസിനസ് എന്നുള്ളത് ടോട്ടൽ ബിസിനസ്സിൻ്റെ ഒരു 36% ആണ്. 100ന് 36% ആണ്. ശരിക്കും വേണ്ടത് അങ്ങനെയല്ല. പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നതും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെന്റ് എന്നുള്ളത് കഴിഞ്ഞ ലാസ്റ്റ് ക്വാർട്ടറിലും അതിന് മുൻപത്തെ ഇയറിലും ഒക്കെ തന്നെ അത് ബ്ലിങ്കിറ്റ് ആണ്. കാരണം ക്യുക്ക് കൊമേഴ്സ് അല്ലെങ്കിൽ ക്യുക്ക് ഡെലിവറി സർവീസസ് ഓഫർ ചെയ്യുന്ന ബ്ലിങ്കിറ്റ് ആണ് ശരിക്കും അവർക്ക് കൂടുതൽ റവന്യൂ ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ് നമ്മളുടെ നേരത്തെ ഡിസ്ട്രിക്റ്റിനും അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റിന് ചെറിയൊരു പെർസെൻറ്റേജ് ഉണ്ട്. നമുക്ക് ടിക്കറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനും ഡിഫറെൻറ്റ് ഷോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഡിസ്ട്രിക്ട്സിന്. പിന്നെ ഹൈപ്പർ പ്യൂറിന് വളരെ ചെറിയൊരു ഏരിയ, ഒരു 4%, അപ്രോക്സിമേറ്റ്ലി ഒരു 4 to 5% ആണുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ബിസിനസ് ഇൻകം തന്നെയാണ്. ഇതേപോലെ ഒരു ഗ്രൂപ്പ് അല്ലെ ഒരു കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് കമ്പനീസിന് അല്ലെ അവരുടെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഏത് രീതിയിലാണ് ഇൻകം ഏൺ ചെയ്യുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് എറ്റേണലിൽ എടുത്തു നോക്കുന്ന സമയത്ത് ആ എറ്റേണലിൻ്റെ ഒരു സെനാരിയോ എന്താണെന്ന് ചോദിച്ചാൽ എറ്റേണൽ പ്രോഫിറ്റബിൾ അല്ലാത്ത സമയങ്ങളിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെല്ല് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ആണെന്ന് കാണിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇനീഷ്യലി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അത് കമ്പനി പ്രോഫിറ്റബിൾ ആണെന്ന്. പക്ഷേ കമ്പനി പ്രോഫിറ്റബിൾ അല്ലാത്ത സെനാരിയോസ് ഉണ്ടായിരുന്നു. കമ്പനി പ്രോഫിറ്റബിൾ ആയിരിക്കില്ല, പക്ഷേ നമ്മൾ ഇൻ സെൻസ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്കത് പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നുകയും ചെയ്യുന്ന സെനാരിയോസ്. കാരണം അതിന് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഓൾറെഡി ഉള്ള അസറ്റുകൾ അത് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ ആ ഇൻകത്തിനെ നമ്മൾ വിളിക്കുന്നത് നോൺ ഓപ്പറേറ്റീവ് ഇൻകംസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2 സോഴ്സ് ഓഫ് ഇൻകംസ് ആണ് നോർമലി ഉണ്ടാവുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഒന്ന് നോർമൽ റവന്യൂ ആണ്, അത് ബിസിനസ് ഓപ്പറേഷണൽ റവന്യൂ ആണ്. എപ്പോഴും ഇൻക്രീസ് ചെയ്യേണ്ടത് ഓപ്പറേഷണൽ റവന്യൂ ആണ്. ദെൻ ഇനി കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വണ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ എന്നുള്ളത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ എന്നുള്ള കേസിൽ നമുക്കറിയാതെ എക്സ്പെൻസസ് ആണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ഉണ്ട്, പെർച്ചേസ് ഉണ്ട്, മൈനസ് ക്ലോസിംഗ് ആയിരിക്കും. ഓക്കെ, ദെൻ പെർച്ചേസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ട്, ഗുഡ്സ് പെർച്ചേസ്. അത് നമ്മൾ ഒരു മാനുഫാക്ചറിങ് കൺസേൺ അല്ല, അതിന് പകരം ഒരു ട്രേഡിംഗ് കൺസേൺ ആണ്. നമ്മൾ പെർച്ചേസ് ചെയ്യുന്നതാണ് റീസെയിലിന് വേണ്ടിയിട്ട് കറണ്ട് ഇയറിൽ പെർച്ചേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. പിന്നെ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഉണ്ടാവും. അത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തമ്മിലുള്ള ഓപ്പണിങ്ങും അതേപോലെ തന്നെ ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ഇൻവെൻട്രീസ് ആണ്. പിന്നെ എംപ്ലോയി കോസ്റ്റ് ഉണ്ടാവും. നോർമലി സാലറി അതേപോലെ മറ്റ് ബെനിഫിറ്റ്സുകളൊക്കെ എംപ്ലോയീസിന് കൊടുക്കണം. നോർമലി നമ്മുടെ എക്സ്പെൻസസ് ആണ്. പിന്നെ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻസ് ഉദ്ദേശിക്കുന്നത് ഡിപ്രീസിയേഷൻസ് ഉണ്ടാവും, അപ്രീസിയേഷൻസ് ഉണ്ടാവും, അമോർട്ടൈസേഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്നുള്ളത് നോർമലി നോൺ ക്യാഷ് ഐറ്റം ആണ്. ഒരു കേസിൽ നമുക്കത് ലോസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, പക്ഷെ അത് ആക്ച്വലി ഒരു ലോസ് അല്ല.
അതിന് പകരം നമ്മുടെ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പം ആ അസറ്റ് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കുക ചെയ്യുന്നത് ഇൻ എഫക്റ്റ്. ഓക്കെ, ഓരോ വർഷം കഴിയുമ്പോൾ അസറ്റിൻ്റെ വാല്യൂ കുറയും, പക്ഷെ ആ കുറയുന്ന അനുസരിച്ച് ഒരു വാല്യൂ നമ്മൾ മാറ്റി വയ്ക്കുന്നു. വൺസ് ആ അസറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആ പ്രോസസ്സ് ഈസിയാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ അമോർട്ടൈസേഷൻ എന്നുള്ളത് ഇത് സെയിം തന്നെയാണ്, പക്ഷെ അത് ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സിൻ്റെ സെനാരിയോയിലാണ് അമോർട്ടൈസേഷൻ വർക്ക് ചെയ്യുക. അപ്രീസിയേഷൻ എന്നുള്ളത് ലാൻഡിൻ്റെ കേസിലൊക്കെ ഡിപ്രീസിയേഷനേക്കാൾ കൂടുതൽ വാല്യൂ അപ്രീസിയേഷൻ്റെ സാധ്യതകളാണുള്ളത്. പിന്നെ ഫിനാൻഷ്യൽ കോസ്റ്റ് എന്നുള്ളത് നമ്മൾ ബോറോ ചെയ്യുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റിനെയാണ് ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും വിളിക്കും. നിങ്ങൾ എന്തായാലും ഡിഗ്രിയുടെ ഇടയിലൊക്കെ അത് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസസിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് പറയാം. ഓക്കെ, അത് ഫിനാൻസിങ്ങിനുള്ള കോസ്റ്റാണ്. ആൻഡ് ദെൻ അതർ എക്സ്പെൻസസ്, മിസ്ലീനിയസ് ഓപ്പറേറ്റിംഗ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ടാവും. പിന്നെ എക്സെപ്ഷണൽ ഐറ്റംസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഒരു വൺ ടൈം അൺയൂഷ്വൽ ഐറ്റംസ് ഗെയിൻ ആവാം, ലോസ് ആവാം. അപ്പോൾ അത് ഗെയിനും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ അതർ ഐറ്റംസ് ഉള്ള കാറ്റഗറിയിൽ നമുക്കത് ട്രീറ്റ് ചെയ്യണം. അത് റിപ്പീറ്റേറ്റീവ് ആയിരിക്കില്ല നേച്ചർ, റിക്കറിങ് ആയിരിക്കില്ല നേച്ചർ, ഒരു വൺസിൻ്റെ വൈൽ ഉണ്ടാകുന്ന എക്സ്പെൻസസ് ആണ്. പിന്നെ നോർമലി ടാക്സ് നമുക്ക് എക്സ്പെൻസസ് ആണ്, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യും, ദെൻ പിന്നീട് അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സെനാരിയോസ് ആണ് നോർമലി വരിക. നമുക്ക് പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടല്ല നമ്മളിത് പറഞ്ഞത്. നമുക്ക് പ്രിപ്പറേഷൻസ് അല്ല നമുക്ക് ഇവിടെ കൂടുതൽ ഉണ്ടാവുക, നമുക്ക് പ്രിപ്പറേഷൻസ് വരുന്നില്ല. പക്ഷെ അതിന് പകരം ഓരോ ഐറ്റംസ് കണ്ടാൽ എന്ത് ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്. ഇപ്പം സാലറി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ വർഷത്തേക്കാൾ സാലറി ഈ വർഷം ഇൻക്രീസ് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ സെയിൽസ് തന്നെയാണുള്ളത്, ഈ വർഷത്തെയും സെയിൽസ്, പക്ഷേ സാലറി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ റീസൺസ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫൈൻഡ് ചെയ്യുക. അത് വീണ്ടും വീണ്ടും ഇൻക്രീസ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റീനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് എത്തുവാണെങ്കിൽ അത്തരം സ്റ്റേജിൽ നിന്ന് നമ്മൾ എപ്പോഴും എന്താണ് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അത്തരം അസസ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ ഐറ്റംസ് നമ്മൾ സെപ്പറേറ്റ്ലി പഠിക്കുന്നത്. ഓക്കെ, ഇത് സെയിം തന്നെയാണ്, സെയിം ഐറ്റംസ് നമ്മൾ ജസ്റ്റ് വീണ്ടും ഒന്നും കൂടെ നോട്ട് ചെയ്തു എന്ന് മാത്രം. റവന്യൂ എന്നുള്ളത് നോർമൽ എമൗണ്ട് ഏൺ ബൈ സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അതർ ഇൻകം നോൺ ഓപ്പറേറ്റിംഗ് ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് കിട്ടുന്നതാണ്. ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതൊക്കെ സെല്ല് ചെയ്യുന്ന സമയത്ത് ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ഫ്രം ദ മെയിൻ കോഴ്സ് ഓഫ് ബിസിനസ്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളതിന് പകരം നേരെ ഇവിടേക്ക് പോവും. നമ്മുടെ സ്ക്രീനറിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നോർമൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇനി സിംപ്ലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആദ്യം ഇൻകം എടുക്കും. ഇനി രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഇതേപോലെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതല്ലേ ടി ഫോർമാറ്റിൽ, നോർമലി കോളേജിലൊക്കെ നമ്മൾ ടി ഫോർമാറ്റാണ് യൂസ് ചെയ്യുക, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും യൂസ് ചെയ്യും. അങ്ങനെ ചെയ്യാം. ഇതേപോലെ നമുക്ക് വെർട്ടിക്കലി പ്ലാൻ ചെയ്യാം. വെർട്ടിക്കലി ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഇൻകംസ് നോട്ട് ചെയ്യും. ഇവിടെ റവന്യൂ ഉണ്ട്, അതേപോലെ എന്തെങ്കിലും റവന്യൂ സെയിൽസ് ഉണ്ട്, സെയിൽസിൽ എന്തെങ്കിലും റിട്ടേൺ ഉണ്ടെങ്കിൽ സെയിൽസ് റിട്ടേണും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺസും അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുന്നു, എക്സ്പെൻസസുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഡിഡക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. പക്ഷേ നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തുന്നതിന് മുൻപേ ജസ്റ്റ് അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനീഷ്യൽ സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സ്പെൻസസ് എന്നുള്ളത് നോർമൽ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള നോർമൽ എക്സ്പെൻസസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻട്രസ്റ്റോ ഡിപ്രീസിയേഷനോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നോർമൽ എക്സ്പെൻസസ് എല്ലാം കൺസിഡർ ചെയ്യും, ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എല്ലാം കൺസിഡർ ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ റിസൾട്ട് ആയിരിക്കും എബിറ്റ എന്നുള്ള പേര് കേൾക്കുമ്പം ഒന്ന് ജസ്റ്റ് ടെൻസ്ഡ് ആവണ്ട. അത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ്, അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. അപ്പോൾ ഒരു ഫേമിൻ്റെ എഫിഷ്യൻസി, ഓപ്പറേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ എബിറ്റ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എസ്പെഷ്യലി അത് മാനുഫാക്ചറിങ് കൺസേണും കൂടി ആണെങ്കിൽ
മാനുഫാക്ചറിങ് കൺസേണും കൂടി ആണെങ്കിൽ മാത്രമാണ് എബിറ്റയും അതേപോലെ തന്നെ EBITയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക. അല്ലാത്ത ഒരു സെയിൽസ് റിലേറ്റഡ് ബിസിനസ് ആണെങ്കിൽ അവിടെ നമുക്ക് EBITക്ക് പ്രത്യേകിച്ച് റോൾ ഉണ്ടാവില്ല. എബിറ്റ നമുക്ക് നോക്കാം. ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി നോക്കണമെങ്കിൽ എബിറ്റ ഓരോ വർഷത്തെ എബിറ്റ എന്ത് ചെയ്യുന്നുണ്ട്, എബിറ്റ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ലെ എബിറ്റ മാർജിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എബിറ്റ മാർജിൻ എന്നുള്ളത് ഇറ്റ്സ് എ കമ്പയറിങ് എബിറ്റ വിത്ത് ദി സെയിൽസ് ആണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കാൽക്കുലേഷൻ സൈഡിൽ വരും. എബിറ്റ മാർജിൻ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളത് ചെക്ക് ചെയ്യും അപ്പോൾ നിങ്ങൾ കുറേ അധികം കമ്പനീസിനെ എടുത്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തിട്ട് നോക്കുക എബിറ്റ മാർജിൻ ഇൻക്രീസ് ചെയ്യണോ, അല്ല എബിറ്റ സിംപ്ലി എബിറ്റ മാത്രം നോക്കുന്ന സമയത്ത് ഇവിടെ 2 ഇയറിൽ എബിറ്റ എന്നുള്ളത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ. അതായത് നിങ്ങൾക്ക് ഈ വർഷം ഒരു എന്തുണ്ട്, സെയിൽസ് നടത്തി, ആ സെയിൽസിൽ നിന്ന് നോർമൽ എക്സ്പെൻസസ് ഒക്കെ ഓപ്പറേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസും അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്. അതായത് ഇനി നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ളത് ഡിപ്രീസിയേഷനും അതേപോലെ തന്നെ അമോർട്ടൈസേഷനും ടാക്സും ഇൻട്രസ്റ്റും നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസസും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള, ഇനി സിംപിളി നമുക്ക് വേണേൽ പ്രോഫിറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഒരു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വേണേൽ നമുക്കതിനെ വിളിക്കാം. ശരിക്കും ഗ്രോസ് പ്രോഫിറ്റ് മാത്രമല്ല, ഗ്രോസ് അല്ല ശരിക്കും, അത് എന്താണ് ഗ്രോസ് പ്രോഫിറ്റിൽ ശരിക്കും ട്രീറ്റ്മെന്റിന്റെ കോൺസെപ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാൽ പോലും സിംപ്ലി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത്ര എമൗണ്ടിന് സെല്ല് ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഇത്ര എക്സ്പെൻസസ് ആയി, ആ എക്സ്പെൻസസ് അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ എബിറ്റ മാർജിനാണ്. ആ എബിറ്റ എന്നുള്ളത് ഒരു ഓപ്പറേഷൻ, ആ ഫേമിന്റെ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. കാരണം അത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് എബിറ്റ മാർജിൻ എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എബിറ്റ സെയിൽസും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. കാരണം ഇവിടെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ എബിറ്റ 2,61,000 ആണ്, സെക്കൻഡ് ഇയറിൽ 3 lakh ഉണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇയർ ആണ് ബെറ്റർ, സെക്കൻഡ് ഇയർ ആണ് ബെറ്റർ എന്ന് അറിയണമെങ്കിൽ അവിടുത്തെ സെയിൽസും കൂടെ ചെക്ക് ചെയ്യണം. കാരണം സെക്കൻഡ് ഇയറിൽ സെയിൽസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിലെ സെയിൽസ് 8 lakh ആണ് ഉണ്ടായിരുന്നത്, സെക്കൻഡ് ഇയറിലെ സെയിൽസ് 8,26,000 ഉണ്ട്. ഓക്കെ, അവിടെയാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ 8 lakhന് അഗെയിൻസ്റ്റ് 2,61,000 ആണുള്ളത്, സെക്കൻഡ് ഇയറിൽ അത് 3,03,000 ഉണ്ട്. അവിടെ ബെറ്റർ ആയിട്ടുള്ളത് സെക്കൻഡ് പൊസിഷനാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പിന്നെ നെക്സ്റ്റ് വൺ എന്നുള്ളത് എബിറ്റ മീൻസ് അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും ഉണ്ടെങ്കിൽ അത് രണ്ടും ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ടാക്സും ഡിഡക്ട് ചെയ്തിട്ടില്ല, ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഡിഡക്ട് ചെയ്യാത്ത ട്രീറ്റ് ചെയ്യാത്ത ഐറ്റമാണ്, ട്രീറ്റ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ട്രീറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട്. അതായത് നമ്മൾ പ്രോഫിറ്റിന് ഈക്വലൻ്റ് ആണ്. ചെറിയൊരു കാര്യം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള എല്ലാ പ്രോഫിറ്റും ഓണറിനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഓപ്പറേഷൻ, ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ഇപ്പോൾ എബിറ്റ മാർജിനും എബിറ്റയും അതേപോലെ EBITയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. കാരണം അത് ഒരു സെയിൽസ് ബേസ് അല്ല ഒരു സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രിയിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ മിഷനറീസ് യൂസ് ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ കാരണം ഡിപ്രീസിയേഷൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനുണ്ടാവും, അമോർട്ടൈസേഷനും ഉണ്ടാവും. അപ്പോൾ ഡിപ്രീസിയേഷൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു അല്പം കൂടെ നമുക്ക് എന്താണ് അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എഫിഷ്യൻ്റ് ആണോ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഓഡിബിൾ ആയിരുന്നോ? ഹലോ ആസിദ് ഓഡിബിൾ ആയിരുന്നു. എൻ്റെ പവർ ഫെയിലർ ആയിരുന്നു. പവർ ഒരു 30 സെക്കൻഡ് എന്തോ ഹോൾഡ് ആയി. ഓക്കെ, എൻ്റെ നെറ്റ് ഒന്ന് ഞാൻ മാറ്റി കണക്ട് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡിപ്രിസിയേഷനും കൂടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് EBIT. EBIT എന്ന് പറയുമ്പോൾ ഏർണിംഗ് ബിഫോർ
അതായത് നമ്മളുടെ ടോട്ടൽ ഏർണിംഗ് ആണ്, നെറ്റ് പ്രോഫിറ്റ് ആണ്, പക്ഷെ അതിൽ നിന്ന് എന്തും കൂടെ ഡിഡക്ട് ചെയ്യാനുണ്ട്, ഇൻട്രസ്റ്റും ടാക്സും കൂടെ ഡിഡക്ട് ചെയ്തിട്ടില്ല. ഇത് എവിടെയാണ് റിലവൻ്റ് ആവുക എന്ന് ചോദിച്ചാൽ ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ ഇത് റിലവൻ്റ് ആണ്. അവിടെ ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ ഹൈ ആയിട്ട് വരുന്നുണ്ടോ, ഡിപ്രീസിയേഷൻ നമുക്ക് എന്താണ് അഫോർഡബിൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് ഡിപ്രീസിയേഷൻസ് ഒക്കെ ഡിഡക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ നോക്കൂ, ഫസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ ഒക്കെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഉള്ളത് 47,000 ആണ്. പക്ഷേ അല്പം കൂടെ എഫിഷ്യൻ്റ് ആയത് ചിലപ്പം പുതിയ മെഷീനറീസ് ഒക്കെ വന്നിട്ടുണ്ടാവും, ഡിപ്രീസിയേഷൻ ഇത്രയും കുറഞ്ഞിട്ടുണ്ടാവില്ല. എന്ത് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് കേസിൽ വന്നിട്ടുള്ളത് 1,10,000 ആണ്. അപ്പോൾ അല്പം കൂടെ എഫിഷ്യൻ്റ് ആയുള്ളൊരു EBIT നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയുള്ളൊരു പ്രോഫിറ്റിൻ്റെ സാധ്യത നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ളത് EBITയിൽ ടാക്സ് ട്രീറ്റ് ചെയ്യുന്നതിന് മുൻപേ ആ ഇൻട്രസ്റ്റ് ഒന്ന് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. ഒന്ന് നമുക്ക് ഡിഫറെൻറ്റ് സോഴ്സ് എന്നുള്ള നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് അവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അതായത് ഈ കമ്പനി വർക്ക് ചെയ്യാൻ ഏതെങ്കിലും ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റും അതിൻ്റെ ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക്, റീപേയ്മെൻ്റ് അല്ല ഇൻട്രസ്റ്റ് ആണ് വരിക, ഇൻട്രസ്റ്റ് നമുക്കിവിടെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അത് ഫിനാൻസ് കോസ്റ്റ് ആണ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ഇനി വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ചെറിയ റിട്ടേൺ ഒക്കെ കിട്ടുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട്, അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഷെയർസ്, കമ്പനി ഓൺ ചെയ്യുന്ന ഷെയർസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇൻഫ്ലോസ്, ചിലപ്പോൾ ഷെയർസ് സെല്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷെയർസ് എന്നുള്ള ഡിവിഡൻ്റ് ആയിട്ടൊക്കെയുള്ള ചെറിയ ഇൻഫ്ലോസും ഫേം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ EBITന്ന് പിന്നീടുള്ള നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഇൻകവും എക്സ്പെൻസസും നമ്മൾ ഡിഡക്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഇയറിൽ അറൗണ്ട് 46,000 ലോസ് ആണ്, സെക്കൻഡ് ഇയറിൽ അത് 40,000 പ്രോഫിറ്റ് ആണ്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് ടാക്സ് ആണ് ട്രീറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ടാക്സേഷൻ്റെ സെനാരിയോസ് വരുന്നു. അപ്പോൾ ടാക്സിൽ എക്സംഷൻസ് പല റീസൺസ് കൊണ്ട് ചിലപ്പോൾ എക്സംഷൻസ് ഉണ്ടാവും. ആ എക്സംഷൻസ് അല്ലെ ഓൾറെഡി അഡ്വാൻസ് ചെയ്തിട്ടുള്ള എമൗണ്ട്, പിന്നെ കറൻറ്റ് ടാക്സ്, പിന്നെ ഏതെങ്കിലും നോർമലി ഇത്രയേ ഉള്ളൂ. നമുക്ക് ടാക്സേഷൻ പാർട്ട് നമ്മൾ എത്ര ടാക്സ് പേ ചെയ്യാനുണ്ട് ആ ടാക്സും കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിഡക്ട് ചെയ്യുന്നു. ടാക്സും കൂടെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇപ്പോൾ ഒരു ഓണറിൻ്റെ റിയൽ എമൗണ്ട് എന്നുള്ളത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അസസ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും നല്ലത്, ഏറ്റവും സിമ്പിളി നോക്കുന്ന സമയത്ത് എല്ലാ കമ്പനീസ് എടുത്ത് നോക്കുക. ആ കമ്പനീസിൻ്റെ പ്രോഫിറ്റ് എല്ലാ വർഷവും ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കമ്പനീസിനെ നമുക്ക് ചൂസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാമെന്നുള്ളതാണ് സിമ്പിളി. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ അതാണ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇതിൻ്റെ ഒരു വാല്യൂ പോയിന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇനീഷ്യലി റവന്യൂന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അത് ഒരു പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസിയാണ് ചെക്ക് ചെയ്യുന്നത്. ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ അവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ എഫിഷ്യൻ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ എബിറ്റ മാർജിൻ, അതായത് മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ കൺസിഡർ ചെയ്ത് നമ്മൾ എബിറ്റ കാൽക്കുലേറ്റ് ചെയ്യും. എബിറ്റയുടെ ഒരു റോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ ആണ്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് എഫിഷ്യൻസിയാണ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റവന്യൂന്ന്, നോർമൽ നെറ്റ് റവന്യൂന്ന്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും, ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനും ആ പ്രോഡക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ ആ കമ്പനി വർക്ക് ചെയ്യാൻ ഉപയോഗിച്ച ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാവും. നമ്മളുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ സാലറി, കമ്മീഷന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. അതെല്ലാം കൂടെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എബിറ്റ ആയിരിക്കും. എബിറ്റ ഒരു ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, ഒരു ഫേം ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും എല്ലാം പേ ചെയ്ത് ഓപ്പറേഷണൽ എഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ദെൻ നെക്സ്റ്റ് വണ് ഈ ഓപ്പറേഷൻ ഈ എബിറ്റ മാർജിനും അല്ലെ എബിറ്റയും അതേപോലെ EBITയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല സെയിൽ മീൻസ് നോർമലി നോൺ മാനുഫാക്ചറിങ് കൺസേണിൽ. പക്ഷേ മാനുഫാക്ചറിങ് കൺസേണിൽ ഡിഫറൻസ് ഉണ്ടാവും. കാരണം EBITയിലേക്ക് വരുന്ന സമയത്ത്
അവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു ഫേമിൻ്റെ ഇൻട്രസ്റ്റ് കവർ ചെയ്യാനുള്ള എഫിഷ്യൻസി ഉള്ള ഫേമാണോ. കാരണം ഈ ഫേം ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോൺ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ലോണിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തുണ്ട് ഒരു 10 മിനിറ്റ് ഇപ്പോൾ ലോഡായിക്കോളൂ അത്. ലോണിന് അഗെയിൻസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് പേ ചെയ്യാനൊക്കെ കപ്പാസിറ്റി ഉള്ളൊരു ഫേം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ EBIT യൂസ് ചെയ്യാം. കാരണം EBITന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടത് ഈ ഇൻട്രസ്റ്റും ടാക്സും ആണ്. അപ്പോൾ നോർമലി നമുക്കറിയാലോ, ഇപ്പോൾ EBIT കാൽക്കുലേറ്റ് ചെയ്യുന്നു. EBIT നോക്കുന്ന സമയത്ത് ഒരു 20-25% ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു 10% ആണ് ഇൻട്രസ്റ്റ് വരുന്നതെങ്കിൽ, ടാക്സും ഇൻട്രസ്റ്റും കൂടെ വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു 10% ഉള്ള നമുക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫേമിന് EBIT ഉണ്ടെങ്കിൽ സിംപ്ലി ആ ഫേമിൻ്റെ ഡെപ്റ്റ് മീറ്റ് ചെയ്യാൻ ആ ഫേം കേപ്പബിൾ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. ക്ലിയർ? പിന്നെ നോർമൽ പ്രോഫിറ്റും അതേപോലെ ഏതെങ്കിലും അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും എക്സംഷണൽ ഐറ്റംസ്, നോൺ റിക്കറിങ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ നോൺ റിക്കറിങ് ഐറ്റംസും കൂടെ ട്രീറ്റ് ചെയ്ത് നമുക്ക് എൻഡായിട്ട് നമ്മുടെ മീൻസ് ഓണേഴ്സിന് ലഭിക്കുന്ന പ്രോഫിറ്റാണ് ഇവിടെ എന്ത് വിളിക്കുന്നത്, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കാം ഈ ഏരിയാസ്. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ സൈഡ് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ളൊരു റേഷ്യോസ് ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർജിൻ കിട്ടാൻ എത്ര മാർജിൻ, COGS മൈനസ് ചെയ്തിട്ട് എത്ര മാർജിൻ കിട്ടുന്നുണ്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതെ. അപ്പോൾ ജസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മുടെ ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരു എന്താണ് ഡയറക്റ്റ് ഓപ്പറേഷണൽ എഫിഷ്യൻസി എങ്ങനെയുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ എഫിഷ്യൻസി സിംപ്ലി മീൻസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ പറ്റും. ജസ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് ഡയറക്റ്റ്ലി വരാറില്ല, പക്ഷെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ എബിറ്റ മാർജിൻ, ഇതേപോലെ എബിറ്റ മാർജിൻ എന്നുള്ളത് കമ്പയറിങ് ദ സെയിൽസ് വിത്ത് ദ എബിറ്റ. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള എബിറ്റ മാർജിൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമുക്ക് ഈ എബിറ്റ മാർജിൻ രണ്ട് കമ്പനീസിൻ്റെ തരുന്ന സമയത്ത് നമുക്ക് ഫിഗേഴ്സ് തരുന്നതിന് പകരം എബിറ്റ മാർജിൻ തന്നു കഴിഞ്ഞാൽ സെയിൽസും എബിറ്റയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അവിടെ പോസിബിൾ ആവും. അതിൽ ഏറ്റവും ബെസ്റ്റ് ഹയസ്റ്റ് ആയിട്ടുള്ളതിന് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഹൈ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്തരം വാല്യൂസ്. പിന്നെ നോർമലി EBIT ജസ്റ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്നത് ഈ പ്രോഫിറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ മീറ്റിംഗ് ദ ഇൻട്രസ്റ്റ്, അതായത് കോസ്റ്റ് ഓഫ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാൻ അത് എഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇത് ഈ ഏരിയാസിൻ്റെ ഡയറക്റ്റ് കാൽക്കുലേഷൻസ് വരുന്നില്ല, പക്ഷേ ഇത് നമുക്ക് ഓർത്ത് വെക്കണം റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്നുള്ളത് ഇതെല്ലാം സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഏരിയാസാണ്. സെയിൽസും നെറ്റ് പ്രോഫിറ്റും തമ്മിലുള്ള കമ്പാരിസണെയാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് സെയിൽസ് ഫേമിനുണ്ടെങ്കിൽ സെയിൽസിൻ്റെ ഒരു 10% 20% എങ്കിലും നമുക്ക് പ്രോഫിറ്റായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ 20% ഒക്കെ സെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 5 years ആയിട്ട് 20% സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനീസ് ഗുഡാണ്, നല്ല കമ്പനീസാണ്. എല്ലാ വർഷവും ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോ ചെയ്യുന്നുണ്ട്. അത്തരം ഫേമിൻ്റെ സെയിൽസ് ഗ്രോ ചെയ്യുന്ന ഫേമിനെ ഒന്നും കൂടെ എഫിഷ്യൻസി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ യൂസ് ചെയ്യാം. സെയിൽസും പ്രോഫിറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ എല്ലാ ഇയർ ഓൺ ഇയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 20 അല്ലെങ്കിൽ 20 എന്നുള്ള അമേസിങ് ആയിരിക്കും, അത്രയൊന്നും വേണമെന്നില്ല, ഒരു 10 എബവ് ഉള്ള ഒരു 15% നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ഗുഡ് കമ്പനി എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോക്കുക. പിന്നെ ഓപ്പറേഷൻസ് പിന്നെ അതിന് ശേഷം നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് സെഷനിൽ ഇത് ജസ്റ്റ് എന്താണെന്ന് നമ്മൾ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്
നമ്മൾ അടുത്ത സെഷനിൽ അതിനെ സ്ക്രീനർ യൂസ് ചെയ്ത് തന്നെ കാണിക്കും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കമ്പനിയിലെ ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം കയ്യിൽ എന്ത് ക്യാഷ് ഉണ്ട് ഒരു പീരീഡ് കഴിയുമ്പോൾ, മന്ത് എൻഡ് ആകുമ്പോൾ, ഇയർ എൻഡ് ആകുമ്പോൾ എത്ര ക്യാഷ് കയ്യിലുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ഈ റേഷ്യോ യൂസ് ചെയ്യുന്നത്. അതിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓപ്പറേഷന് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ വരുന്ന ഇൻഫ്ലോസും ബിസിനസ് ചെയ്യാനുള്ള എക്സ്പെൻസസും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. എന്നിട്ട് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻഫ്ലോ കണ്ടുപിടിക്കും. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാൻ പറ്റും. അതിനുശേഷം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എടുക്കും. ഇപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ എമൗണ്ട് ബിസിനസ് അല്ലാതെ മറ്റ് ലാൻഡ് വാങ്ങാൻ, ഷെയർ വാങ്ങാൻ ഒക്കെ നമ്മൾ ഉപയോഗിച്ച എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഔട്ട്ഫ്ലോ ആണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള തിരിച്ചു വരവുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെയിൽസിൻ്റെ സമയത്ത് തിരിച്ചു വരുന്നതും ഇൻവെസ്റ്റ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട് നമുക്ക്, അല്ല ഇൻവെസ്റ്റ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ ഉണ്ട്. ആ റിട്ടേണും ഒക്കെ നമുക്ക് എന്താണ് അവിടുത്തെ ഇൻഫ്ലോ ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസസ് നെറ്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു ലോൺ എടുക്കുകയാണ്. ആ ലോണ് കമ്പനിയിലേക്ക് വരുമ്പം അത് നമുക്ക് ഇൻഫ്ലോ ആണ്. ആ ലോണ് തിരിച്ചടയ്ക്കുന്നത് നമുക്ക് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ഫിനാൻസിങ് ആക്ടിവിറ്റിയുടെ നെറ്റ് ഫ്ലോ എന്നുള്ളത്. ഈ 3 ആക്ടിവിറ്റീസിൻ്റെ നെറ്റ് ഫ്ലോസ് തമ്മിലുള്ള കമ്പാരിസൺ ആണ്, അല്ലെങ്കിൽ അതിനെ 3ഉം എല്ലാം പോസിറ്റീവ് ആണ്, 3ഉം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ. 3ഉം പോസിറ്റീവ് ആണ്, നമുക്ക് ഇൻഫ്ലോ ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിൽ ഒരു മന്തിൻ്റെ എൻഡിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ഇപ്പോൾ നോർമലി നമ്മളത് നോക്കൂലേ, നമ്മളെ പേഴ്സണൽ എക്സ്പെൻസസ് ഒക്കെ എടുത്തിട്ട് നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പൈസ പോയി, അതിനുശേഷം നമുക്ക് നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് തീർന്നു, പിന്നെ നമ്മൾ ലോണൊക്കെ അടയ്ക്കാനുള്ളതൊക്കെ തീർന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സ് പോലെ തന്നെയാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടി. നമുക്ക് ഈ 3 ആക്ടിവിറ്റീസ് ഏതാണെന്ന് ഓർത്ത് വെക്കണം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ട്രീറ്റ് ചെയ്യുന്നതാണ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് ട്രീറ്റ് ചെയ്യുക. ഇനി ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങുന്ന, അതേപോലെ നമ്മളുടെ ഷെയർസ് വാങ്ങുന്ന, മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങുന്ന എമൗണ്ട് ആണ്. അത് എമൗണ്ട് പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട്ഫ്ലോ ആണ്. ആ എമൗണ്ട് തിരിച്ചെടുക്കുമ്പോൾ നമുക്കത് ഇൻഫ്ലോ ആണ്. അതിൽ നിന്ന് ഏതെങ്കിലും റിട്ടേൺ വരുവാണെങ്കിലും അതും നമുക്ക് ഇൻഫ്ലോ ആണ്. ഇനി ഫിനാൻസിങ് യെസ്, ഇതിന്റെ ബാലൻസ് തന്നെയല്ലേ ഈ റിട്ടേൺഡ് ഏർണിങ്സ് ആയിട്ട് പോകുന്നത്? ഇതിന് ഓൾമോസ്റ്റ് അതായിരിക്കും. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്ത് ക്യാഷ് ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കയ്യിൽ കറണ്ട് മന്തിൽ അല്ലെ കറണ്ട് ഇയറിൽ എത്ര ക്യാഷ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്തായിരിക്കും, നമ്മുടെ ക്യാഷ് പൊസിഷൻ ആയിരിക്കും ബാലൻസ്. ഇനി എന്തുകൊണ്ടാണ് ക്യാഷ് പൊസിഷൻ ഉണ്ടായിട്ടും ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആ ക്യാഷ് പൊസിഷന്റെ ഒരു ഡീറ്റെയിൽഡ് നോട്ടാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. എപ്പോഴൊക്കെ ഏതൊക്കെ പേയ്മെന്റ്സ് ആണ് പോയിട്ടുള്ളത്, ഓരോ സ്റ്റേജസിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്, ഓരോ സ്റ്റേജസ് എന്താണെന്നുള്ളത് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഒരു കമ്പൽസറി ഡോക്യുമെന്റ് അല്ല. പക്ഷേ മാനുഫാക്ചറിങ് കമ്പനീസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രിപ്പയർ ചെയ്യാറുണ്ട്. വലിയ കമ്പനീസ് എല്ലാം പ്രിപ്പയർ ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ ഫണ്ടിന്റെ പൊസിഷൻസ് ഒക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. ജസ്റ്റ് നിങ്ങൾ സ്ക്രീനർ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, സ്ക്രീനർ ജസ്റ്റ് എടുത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് താഴേക്ക് പോവാം. താഴെ സ്ക്രീൻ ഓൺ അല്ല, കാണുന്നില്ല. എൻ്റെ
ഇപ്പോഴോ? ഓ കേൾക്കാം. കേൾക്കാല്ല. ഇത് സ്ക്രീൻ ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്യാം. സ്ക്രീൻ വിസിബിൾ അല്ല. ആ നേരത്തെ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോഴോ? ഓക്കെ. ഇപ്പൊ ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് എറ്റേണലിൻ്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 3 ആക്ടിവിറ്റീസ് ഉണ്ട്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് ലാസ്റ്റ് മാർച്ചിൽ 2026 മാർച്ചിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ള ക്യാഷ് ഫ്ലോ എന്നുള്ളത് പോസിറ്റീവാണ്. ജസ്റ്റ് 600 CR ആണുള്ളത്. അതായത് ബിസിനസ് ചെയ്ത് കിട്ടിയ പ്രോഫിറ്റ് ആണ്. ഓക്കെ. അപ്പോൾ അത് ഏതൊക്കെ ഐറ്റംസ് എന്ന് ചോദിച്ചാൽ പ്രോഫിറ്റ് അല്ല, ക്യാഷ് ആണ്. പ്രോഫിറ്റ് എന്നുള്ളത് മാറിപ്പോയതാണ്. അവരുടെ കയ്യിലുള്ള ക്യാഷ് ആണ്. ഓക്കെ. അപ്പോൾ നോക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സൈഡിൽ നിന്ന് വരുന്ന റിസീവബിൾസ് ഉണ്ടായിരുന്നു, ഇൻവെൻട്രീസ് ഉണ്ടായിരുന്നു, പേബിൾസ് ഉണ്ട്, അതേപോലെ തന്നെ അതർ എക്സ്പെൻസസ്, അതർ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ഐറ്റംസ് ആണത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് റിസീവബിൾസ് ഇപ്പോൾ പോസിറ്റീവായി. പിന്നെ ഇൻവെൻട്രീസ് ഉണ്ടായിരുന്നു, ജസ്റ്റ് നമുക്ക് കൊടുത്ത പൈസകളാണ്, പേയ്മെൻ്റ് ആണ്. പേയബിൾസ് ഉണ്ട്, ജസ്റ്റ് നമുക്ക് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ജസ്റ്റ് പേയബിൾസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇയർ നോക്കുന്ന സമയത്ത് പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പറയും. ഡയറക്റ്റ് എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കറണ്ട് ഇയറിൽ നോക്കുന്ന സമയത്ത് ഈ എല്ലാ ഓപ്പറേറ്റിംഗ്, അതായത് ബിസിനസ് റിലേറ്റഡ് ഇതെല്ലാം എല്ലാ എക്സ്പെൻസസും കൊടുത്ത് തീർത്ത സമയത്ത് പോലും എറ്റേണലിൽ എന്തുണ്ട്, ഒരു 600 റുപ്പീസിൻ്റെ ക്യാഷ് ബാലൻസ് ഉണ്ട്. ആൻഡ് ദെൻ ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എടുത്ത് നോക്കുന്ന സമയത്ത് ജസ്റ്റ് എടുത്ത് നോക്കാം. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു, അത് മൈനസ് ചെയ്യണം. ഫിക്സഡ് അസറ്റ് സെല്ല് ചെയ്തു, പോസിറ്റീവാണ് നമുക്ക്. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്തു, നെഗറ്റീവാണ്, നമ്മൾ പുറത്തേക്ക് പൈസ കൊടുത്തതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡ് ഉണ്ട്, നമുക്ക് പൈസ വന്നതാണ്. ആൻഡ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു, പൈസ വന്നതാണ്. പിന്നെ അക്വിസിഷൻ ഓഫ് എ കമ്പനി പൈസ പോയതാണ്, ഈ വർഷം ഇല്ല. പിന്നെ അതർ ഇൻവെസ്റ്റിംഗ് ഐറ്റംസ് എന്നുണ്ട്, അത് പോസിറ്റീവാണ്, സെല്ല് ചെയ്തതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത സമയത്ത് ഈ കറണ്ട് ഇയറിൽ ഒരു 500 CRൻ്റെ 540 CRൻ്റെ നെറ്റ് ഇൻഫ്ലോ ആണുള്ളത്. ഇതിന് ശേഷം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു 800 റുപ്പീസിൻ്റെ നെഗറ്റീവ് ബാലൻസ് ആണ്. ജസ്റ്റ് എടുത്ത് നോക്കുക. നമുക്കവിടെ പ്രൊസീഡ്സ് ഫ്രം ഷെയർസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷെയർസ് എല്ലാം വിറ്റ സമയത്ത് വിറ്റതോ അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് ഇപ്പോൾ ഡിവിഡൻഡ് എന്ത് വേണമെങ്കിലും ആവാം. പോസിറ്റീവാണ്, ഒരു 12 CR ഉണ്ട്. പിന്നെ ബോറോയിങ്സ് ഇല്ല, റീപേയ്മെൻറ്റ്സ് ഇല്ല. അതിനുശേഷം ഇൻട്രസ്റ്റ് പെയ്ഡ് ഉണ്ട്. അതിന് താഴെ ഫിനാൻഷ്യൽ മറ്റ് ലാബിലിറ്റീസ് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ട് എമൗണ്ട് എന്ത് ചെയ്തിട്ടില്ല, ഫിനാൻസിങ്, അതായത് പുറത്തുനിന്ന് ലോണായിട്ടൊന്നും എടുത്തിട്ടില്ല ഈ വർഷം എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, ലോണിൻ്റെ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഒക്കെ പേ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്തപ്പം കറണ്ട് ഇയറിൽ ഔട്ട്ഫ്ലോ ആണ് കൂടുതലുള്ളത്. നെറ്റ് നോക്കുന്ന സമയത്ത് ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ. അപ്പോൾ അവിടെ നെഗറ്റീവായുള്ള ഔട്ട്ഫ്ലോ വന്നു. അപ്പോൾ പോസിറ്റീവ് ആയുള്ളതിനോട് നെഗറ്റീവ് ആയുള്ളത് സെറ്റ് ഓഫ് ചെയ്ത സമയത്ത് അറൗണ്ട് 300 CRൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്ഫ്ലോ കയ്യിൽ ക്യാഷ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പോൾ അത് ഒരു 3-4 വർഷങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ പോസിറ്റീവ്നെസ് ക്യാഷ് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് ഒഴിവാവാൻ, അപ്പോൾ ലിക്വിഡിറ്റി ഇഷ്യൂസ് ഒഴിവാക്കാൻ എന്ത് ചെയ്യും, ആ ഒരു ക്യാഷ് ബാലൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്, ഒരു ക്യാഷ് പൊസിഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇനി ജസ്റ്റ് ഓരോ ഐറ്റംസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ കമ്പനീസിൻ്റെ ക്യാഷ് പൊസിഷൻ എപ്പോഴും നെഗറ്റീവായിട്ടുള്ളൊരു ക്യാഷ് പൊസിഷൻസ് കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അത്തരം കമ്പനീസിനെ നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയാം. ഓക്കെ. ദെൻ പിന്നെ നമുക്ക് റേഷ്യോ അനാലിസിസിലേക്കാണ് ഡീറ്റെയിൽ ആയി പോകാനുള്ളത്. അതിനു മുൻപേ ജസ്റ്റ് ഒരു കാര്യം കൂടെ ജസ്റ്റ് സൂചിപ്പിച്ചിട്ട്, ഇപ്പം നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞ സമയത്ത്
നമുക്ക് 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 3 നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഇനി 2 ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന് ചേഞ്ച് ഇൻ ഇക്വിറ്റി. ചേഞ്ച് ഇൻ ഇക്വിറ്റി എന്നുള്ളത് നോർമലി അങ്ങനെ കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഇവിടെ ചെക്ക് ചെയ്യുന്നൊരു ഫാക്ടർ ഇതാണ്, നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലേക്ക് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറിൻ്റെ വാല്യൂ, പിന്നെ അതേപോലെ തന്നെ ഷെയറിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഓൾറെഡി അത് നമുക്കറിയാം, അത് മെഷർ ചെയ്യുന്നത് ഫേസ് വാല്യൂയിലാണ് കാണിക്കുന്നത്. ദെൻ പിന്നീട് നമുക്ക് അതിലേക്ക് വരുന്ന റിസർവുകൾ, പ്രോഫിറ്റ്, റീറ്റെയിൻഡ് ഏർണിങ്സ്, അതിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ നോട്ട് ടു അക്കൗണ്ട് എന്നുള്ള കോൺസെപ്റ്റ്, അതായത് ഓരോ ഐറ്റവും ഇപ്പോൾ ഒരു ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുള്ള പ്രൊവിഷൻസ് എന്നുള്ളൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രൊവിഷൻസ് ഇത്ര എമൗണ്ട് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. എത്രയാണ് പ്രൊവിഷൻസ് ഉള്ളത്, ഏതൊക്കെ ഏരിയയിലാണ് പ്രൊവിഷൻസ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ നോട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഡോക്യുമെൻ്റ് ആണ്. അത് എക്സ്ട്രാ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് ആണ് ശരിക്കും ഈ നോട്ട് ടു അക്കൗണ്ട്സ് എന്നുള്ള കോൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് നോട്ട് എന്നുള്ള ഏരിയയിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫർദർ റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഏരിയാസ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് നാളെ ഇതുവരെയുള്ള ഏരിയാസ് എല്ലാം തന്നെ വീണ്ടും ചെക്ക് ചെയ്ത് വെക്കാം. നമുക്ക് നാളെ ഈവനിങ്, മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് നാളെ ഈവനിങ് അല്ലെങ്കിൽ എന്തായാലും പ്രിപ്പറേഷൻസ് നടക്കട്ടെ. ആ പ്രിപ്പറേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നാളെ ഞാൻ മോർണിംഗ് അപ്ഡേറ്റ് ചെയ്യാം. എപ്പോഴാണ് നമുക്കൊരു സെഷൻ, ഈവനിങ്ങിലേക്ക് ഒരു സെഷൻ പ്ലാൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. മോർണിംഗ് ഒരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് ഈവനിങ്ങിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നാളെ ഒരു സെഷൻ എടുക്കാം. പക്ഷെ അതല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ മറക്കരുത്, ഇതുവരെയുള്ള ഏരിയാസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇതിന് മുൻപേ ഉള്ള പ്രീവിയസ് ചാപ്റ്റേഴ്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് പഠിച്ച് വെക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ മീറ്റ് ചെയ്താലോ? ഓക്കെ, അശ്വത നാളത്തത് ഞാൻ മോർണിംഗ് അപ്ഡേറ്റ് ചെയ്യാം. കാരണം എനിക്ക് രാവിലത്തെ മീറ്റിംഗ് കഴിയുമ്പോഴാണ് നാളത്തെ സെനാരിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എപ്പോഴാണ് ടൈമിംഗ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻസിന്റെ കാര്യം മറക്കരുത്. നാളെ നമുക്ക് 1-2 ദിവസം ഒഴിവുള്ളതാണ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ മന്ത് ആകുമ്പോഴേക്ക് നമ്മുടെ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ അറൗണ്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കലി ഉള്ള ഡിസ്കഷൻസ് ഒക്കെ എടുക്കുകയും ചെയ്യാം. ഓക്കെ, ശരി. അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ളത് കിട്ടുകയും ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ റീഡ് ചെയ്യുന്നതിൽ ഷെഹൽ ഡ്യൂട്ടിയാണ്. ദെൻ അതേപോലെ നെക്സ്റ്റ് ട്രേഡർ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ഉള്ള നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്. കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ വർക്കിന്